നമസ്കാരം. ജീവിതത്തിൽ സുഖ ദുഃഖങ്ങൾ മാറി മറിയുക തന്നെ ചെയ്യും. സമയം അല്ലെങ്കിൽ കാലം മായ്ക്കാത്തതായ മുറിവുകളോ ദുരിതങ്ങളോ ഇല്ല. ജീവിതത്തിൽ ദുഃഖം എപ്പോഴും അനുഭവിക്കുന്നവർ കുറവായിരിക്കും എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. എന്നാൽ ചിലർക്കെങ്കിലും, ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും തൊടുന്നതെല്ലാം അബദ്ധമായി മാറുകയോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് വാസ്തവം. വഴിയെ പോകുന്ന വയ്യാവേലി വലിച്ച് തോളിൽ എപ്പോഴും വയ്ക്കുന്നതായ അവസ്ഥ. ചിലപ്പോൾ വലിയ രീതിയിൽ ആകണം എന്നില്ല. ആഗ്രഹിച്ച ആഹാരം കഴിക്കാൻ എടുക്കുമ്പോൾ അവ താഴെ വീണ് പോവുകയോ മറ്റും സംഭവിക്കും. മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പോൾ ഇവ ചെറുതായി തോന്നാം. എന്നാൽ തനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവർ കുറവ് തന്നെയാണ്. ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ കാലയളവ് അങ്ങനെ തന്നെയായിരിക്കും. എന്ത് തൊട്ടാലും അബദ്ധമായി മാറുന്ന ചിലരുണ്ട്. ഈ സമയം പലപ്പോഴും പലരും സ്വന്തം തലവരയെ പഴിക്കുന്നതാകുന്നു. നാം ജനിക്കുമ്പോൾ നാം എപ്രകാരം ജീവിക്കണം എന്ന് മുൻപേ തീരുമാനിക്കപ്പെടുന്നു എന്ന് പരമാർത്ഥമായ കാര്യമാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ അവ നമ്മുടെ മാത്രം തന്നെയാകുന്നു. അതിനെ പഴിച്ചിട്ട് കാര്യമില്ല. എന്നാൽ എപ്പോഴും ദൗർഭാഗ്യം വേട്ടയാടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വന്നു ചേരുമ്പോൾ ഭാഗ്യദേവത എപ്പോഴും കൂടെ ഉണ്ടാകുവാൻ ഒരു ചെറിയ കാര്യം നാം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഈ കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഉച്ചി. നമ്മുടെ ശരീരം ഒരു മെഷീൻ പോലെ തന്നെയാകുന്നു. അവയ്ക്ക് ശരിയായ ആഹാരം, ജലം ലഭിക്കുകയാണ് എങ്കിൽ, മറ്റ് അപകടങ്ങൾ ഇല്ലാതിരിക്കുകയാണ് എങ്കിൽ ആ ശരീരത്തിൽ ആത്മാവ് ദീർഘനാൾ ജീവിക്കുക തന്നെ ചെയ്യും. അതായത് ദീർഘായുസ് ആ വ്യക്തിക്ക് വന്ന് ഭവിക്കും. നമ്മുടെ ശരീരം നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാകുന്നു. ഇതിൽ ചില പ്രത്യേകമായ പോയിന്റ്സ് ഉണ്ട് എന്നതാണ് വാസ്തവം. ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവയെ ചക്ര എന്നാണ് പരാമർശിക്കുക. ഇതിൽ എല്ലാം വളരെയധികം പ്രാധാന്യം ഉള്ളവയാകുന്നു. എന്നാൽ ശീർഷചക്ര അഥവാ ഉച്ചി വളരെയേറെ പ്രാധാന്യം വന്ന് ചേരുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ഗർഭാവസ്ഥയിൽ തന്നെ ആത്മാവ് പ്രവേശിക്കുന്നത് ശിരസിലൂടെയാകുന്നു എന്നാണ് വിശ്വാസം. ഇതിനാൽ കുട്ടികളുടെ ശിരസ് വളരെയേറെ സോഫ്റ്റ് ആയിരിക്കുന്നു അഥവാ മൃദുലമായിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഈശ്വരാധീനമുള്ള വ്യക്തികളെ അവരുടെ മുഖത്തെ പ്രകാശത്താൽ തന്നെ അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ഒരു പ്രത്യേകതയാൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ്. ഇതിനാൽ ഉച്ചയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിന് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനുള്ള സ്ഥാനങ്ങളിൽ ഒന്നാണ് ഉച്ചി. ഇവിടെ പ്രത്യേക കാര്യം ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയുടെ തലവര മാറുക തന്നെ ചെയ്യും. ഇതിന് ആവശ്യമായത് ഒരേ ഒരു വസ്തുവാകുന്നു, അത് വയമ്പാണ്. വിലപേശി വാങ്ങാൻ പാടില്ലാത്ത വസ്തു എന്ന പ്രത്യേകത വയമ്പിനുണ്ട്. ഒരു ചെറിയ അളവിൽ മാത്രം വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടൂ, അഥവാ അത്രയേ പാടൂ എന്നതാണ് ഈ വസ്തുവിൻ്റെ പ്രത്യേകത. അത്രമേൽ പ്രാധാന്യമുണ്ട്. എന്നാൽ ഈശ്വരാധീനത്തെ, ഭാഗ്യത്തെ, ശ്രീലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനും ഒരു വീട്ടിൽ പോസിറ്റീവ് ഊർജം ക്രമാതീതമായി ഉയർത്തുവാനും ജീവിതത്തിൽ കൊണ്ടുവരുവാനും സാധിക്കുന്നതായ വസ്തു എന്ന പ്രത്യേകതയും വയമ്പിനുണ്ട്. കുട്ടികളുടെ നാഡിയിൽ വയമ്പരച്ച് പുരട്ടുന്നതിലൂടെ ആരോഗ്യം, രോഗപ്രതിരോധശേഷി എന്നിവ വന്നു ചേരും. ഉണർവ്, ഊർജ്ജസ്വലത വന്നു ചേരുവാനും സഹായകരം തന്നെയാകുന്നു. ഇവ പൂജാമുറിയിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ ആ വീട് മുഴുവൻ പോസിറ്റീവ് ഊർജം നിറയും എന്നാണ് പറയുക. ഇനി ജീവിതം എപ്രകാരം ഈ വസ്തുവിനാൽ മാറ്റിമറിക്കാം എന്ന് മനസ്സിലാക്കാം. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. രാവിലെ കുളിച്ച് ശരീരശുദ്ധിയോടെ തന്നെ ഈ കാര്യം ചെയ്യുന്നതാണ് ഉത്തമം. ആ കാര്യം പ്രത്യേകം ഓർക്കുക. രാവിലെ ഏവരും വീടുകളിൽ വിളക്ക് തെളിയിക്കണം. നെയ്യ് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമാണ് എന്ന് പറയാം. സാധിക്കുന്നില്ല എങ്കിൽ എപ്രകാരം കൊളുത്തുന്നുവോ അപ്രകാരം കൊളുത്തുക. ഈ സമയം പ്രാർത്ഥിച്ചതിന് ശേഷം പൂജാമുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നതായ വയമ്പ് അരച്ചെടുക്കുക. ശേഷം വലത് കൈയിലെ മോതിരവിരൽ ഉപയോഗിച്ച് ഈ അരച്ച് ചാന്ത് പോലെയായ വയമ്പ് ഉച്ചിയിൽ തൊടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്.
പൂർണ്ണമായ വിശ്വാസത്തോടെ മാത്രമേ ഈ കാര്യം ചെയ്യുവാൻ പാടൂ. എന്നാൽ മാത്രമേ ഫലം ലഭിക്കൂ. എന്നാൽ ഏത് ദിവസം ചെയ്യണം അതിനും പ്രാധാന്യമുണ്ട്. പൗർണമി നാളിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇത്തരത്തിൽ ആരംഭിക്കുവാൻ ഏറ്റവും ഉത്തമമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആരംഭിക്കുക. 4 ദിവസം തുടർച്ചയായി തന്നെ ചെയ്യണം. ആ കാര്യം പ്രത്യേകം ഓർക്കുക. സ്ത്രീകൾ ആർത്തവ സമയത്ത് ഇപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല. സുമംഗലികൾ സിന്ദൂരപ്പൊട്ട് തൊട്ടതിന് ശേഷം മാത്രമാണ് ഇപ്രകാരം ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതുമാണ്. നിത്യവും ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കുമോ? ഇത് പലരുടെയും സംശയം തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നതാണ് വാസ്തവം. ചെറിയ ഒരു കാര്യമാണ് ഇത്. ആർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യം. നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ചില അത്ഭുതകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. അതിൽ ആദ്യത്തേത്, ശരീരത്തിലുള്ള നെഗറ്റീവ് ഊർജം നാൾക്ക് നാൾ കുറയും. പോസിറ്റീവ് ഊർജത്തെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ആർക്കും ഒരു ആകർഷണം നിങ്ങളോട് തോന്നും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഭാഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കും. നെഗറ്റീവായ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നത് ഒരു പരിധി വരെ തടയുവാൻ സാധിക്കും. നമ്മെ ആരെല്ലാം ഉപദ്രവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവർക്ക് നമ്മുടെ അടുത്തേക്ക് അടുക്കുവാൻ സാധിക്കുന്നതല്ല. അടുത്താൽ തന്നെ അവർക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന കാര്യവും ഓർക്കുക. പുതിയ അവസരങ്ങൾ വന്നു ചേരാം. സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ നിരവധിയാർന്ന സൗഭാഗ്യകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം ഏവരും പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക.